ഭൂമിയുടെ അടിയിൽ ഒരു രഹസ്യ ലോകമുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. മനുഷ്യരുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത ഒരു ലോകം. അത് ആണ് നാഗലോകം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് ലോകം സൃഷ്ടിച്ചപ്പോൾ മഹർഷി കശ്യപനും ഭാര്യയായ കട്രുവും ചേർന്നാണ് നാഗവർഗം ജനിച്ചത്. ഈ നാഗങ്ങൾ സാധാരണ പാമ്പുകളല്ലായിരുന്നു. അവർക്ക് ദിവ്യശക്തിയും ജ്ഞാനവും അമരത്വവും ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ശക്തരായ 8 നാഗരാജാക്കന്മാരെയാണ് അഷ്ടനാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ആനന്ദൻ, ലോകത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ നാഗങ്ങളിൽ ഏറ്റവും മഹാൻ ആനന്ദശേഷൻ. പുരാണങ്ങൾ പറയുന്നത് മുഴുവൻ ബ്രഹ്മാണ്ടവും അവൻ്റെ മേൽ നിലകൊള്ളുന്നു. ക്ഷീരസമുദ്രത്തിൽ വിഷ്ണു ഭഗവാൻ വിശ്രമിക്കുന്നത് ആനന്ദശേഷന്റെ മേലാണ്. അവൻ അനന്തതയുടെ പ്രതീകം. വാസുകി, ലോകരക്ഷയ്ക്കായി ത്യാഗം ചെയ്ത നാഗൻ. ദേവന്മാരും അസുരന്മാരും അമൃതം നേടാൻ പാലാഴി മഥിച്ചപ്പോൾ മന്ദരപർവ്വതത്തെ ചുറ്റിക്കെട്ടിയത് വാസുകി നാഗനായിരുന്നു. അവൻ്റെ ശരീരം വലിച്ചുകൊണ്ടാണ് അമൃതം പുറത്തു വന്നത്. അത് ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. തക്ഷകൻ, കർമ്മത്തിൻ്റെ നാഗരാജാവ്. മഹാഭാരതത്തിൽ പറയുന്ന ശക്തനായ നാഗരാജാവാണ് തക്ഷകൻ. അധർമ്മം ചെയ്ത രാജാവിനെ ശിക്ഷിക്കാൻ അവനെത്തി. ഇതൊരു സന്ദേശമാണ്. കർമ്മത്തിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. കർക്കോടകൻ, വിധി മാറ്റിയ നാഗൻ. ഒരു രാജാവിൻ്റെ ജീവിതം തകർന്നപ്പോൾ കർക്കോടകനാഗൻ അവനെ സഹായിച്ചു. ചിലപ്പോൾ ദുരിതങ്ങൾ പോലും നമ്മുടെ വിധിയെ മാറ്റാൻ വരുന്നതാണെന്ന് ഈ കഥ പഠിപ്പിക്കുന്നു. പദ്മനും മഹാപദ്മനും. ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിധികളും ഊർജവും കാത്തുസൂക്ഷിക്കുന്ന നാഗങ്ങൾ. അതുകൊണ്ടാണ് പഴയ ക്ഷേത്രങ്ങളിൽ സർപ്പപ്രതിഷ്ഠ കാണുന്നത്. ശംഖനാഗൻ, ദിവ്യശബ്ദത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനത്തിൻ്റെയും പ്രതീകം. കുലികൻ, കാലത്തിൻ്റെ നാഗൻ. ജനനം, മരണം, പുനർജന്മം. ഈ ചക്രത്തെ നിയന്ത്രിക്കുന്ന ശക്തി. കാലം തന്നെ ഒരു സർപ്പം പോലെ മുന്നോട്ട് നീങ്ങുന്നു. കേരളത്തിലെ സർപ്പക്കാവുകൾ വെറും ആചാരമല്ല. പുരാതന വിശ്വാസം പറയുന്നത് നാഗങ്ങൾ പ്രകൃതിയുടെ ഊർജം സംരക്ഷിക്കുന്നു. മരങ്ങൾ വെട്ടാതെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ സർപ്പക്കാവുകളായി മാറി. അതുകൊണ്ടാണ് ഇന്നും നാഗപൂജ വലിയ വിശ്വാസമായി തുടരുന്നത്.